ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു പുരാണം കഥ കേൾക്കാം. വിഷ്ണു പുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ്ണു പുരാണം സംഗ്രഹിച്ച് പുനരാഖ്യാനം ചെയ്തത് കെ കൃഷ്ണൻകുട്ടി. കേൾക്കാം ഇന്നത്തെ ഭാഗം. 13, 14 അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്നേരം മൈത്രേയൻ തൻ്റെ മറ്റൊരു ജിജ്ഞാസ വെളിപ്പെടുത്തി. മഹാത്മൻ, ഈ ത്രൈലോക്യം ഭഗവാൻ വിഷ്ണുവിനെ ഏതു വിധത്തിൽ ആശ്രയിക്കുന്നുവെന്നും പരമാർത്ഥ രൂപജ്ഞാനം എത്ര പ്രധാനമാണെന്നും അവിടുന്ന് വിവരിച്ചു തന്നു. എന്നാൽ ഭരത മഹാരാജാവിന് തൻ്റെ പുണ്യ ചെയ്ത ഭൂമിയിൽ വസിച്ചിട്ടും ശാലഗ്രാമത്തിൽ ചെന്ന് യോഗമഗ്നനായി ശ്രീഹരി ധ്യാനം നടത്തിയിട്ട് മോക്ഷം ലഭിക്കുകയുണ്ടായില്ലല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിന് ബ്രാഹ്മണ രൂപത്തിൽ പുനർജനിക്കേണ്ടതായും വന്നു. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? അറിയാൻ ആഗ്രഹമുണ്ട്. പരാശര മഹർഷി ശിഷ്യൻ്റെ കൗതുകം ശമിപ്പിക്കാൻ മടി കാണിച്ചില്ല. മൈത്രേയ, മഹാരാജാവ് ഭരതൻ ശാലഗ്രാമ പ്രദേശത്ത് ഭഗവത് ധ്യാനവുമായി അനേക വർഷം കഴിച്ചുകൂട്ടി. അക്കാലത്ത് രാപ്പകൽ ഭേദമില്ലാതെ അദ്ദേഹം സദാ ശ്രീഹരിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് സമയം പോക്കിയിരുന്നത്. സ്വപ്നത്തിൽ വരെ ഭഗവത് നാമോച്ചാരണം തന്നെ. ഒരു ദിവസം അദ്ദേഹം നദിയിൽ കുളിച്ചു കയറി ബ്രഹ്മാക്ഷര ജപം നടത്തുകയായിരുന്നു. അപ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരു പേടമാൻ അവിടെ എത്തി. മാൻ അപ്പോൾ തന്നെ പ്രസവിച്ചേക്കുമെന്ന സ്ഥിതിയിലാണ്. അത് വെള്ളം കുടിച്ചു തീർന്നില്ല. അതിനകം ഭയങ്കരമായ സിംഹഗർജനം വന്നു. സിംഹത്തിൻ്റെ അലർച്ച കേട്ട് ആ സാധു മൃഗം പ്രാണഭയത്തോടെ കീഴ്പോട്ട് ചാടി. വളരെ മുകളിൽ നിന്നാണ് താഴേക്ക് ചാടിയത്. തന്മൂലം മാൻ പെട്ടെന്ന് പ്രസവിച്ചു പോയി. കുഞ്ഞ് തെറിച്ച് ഒഴുക്കിൽ വീണു. മാനാകട്ടെ പ്രസവക്ലേശവും പേടിയും ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയും കാരണം ആറ്റുവക്കിൽ ചത്തു വീഴുകയും ചെയ്തു. മഹാരാജാവ് ഭരതൻ ആറ്റിൽ കൂടി ഒഴുകി വരുന്ന കുഞ്ഞിനെ എടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോന്നു. മാൻകുട്ടി ആശ്രമത്തിൽ വളരാൻ തുടങ്ങി. ഭരതൻ്റെ മനസ്സ് ആധ്യാത്മിക ചിന്തയിൽ നിന്ന് വഴുതി മാൻകുട്ടിയിൽ വന്നു വീണു. രാജ്യത്തെയും പുത്രകളത്രങ്ങളെയും ബന്ധുക്കളെയും മറന്ന രാജാവാണ്. പക്ഷേ മാൻകുട്ടി എങ്ങാനും ആശ്രമത്തിൽ നിന്നും പുറത്തുപോയി മടങ്ങാൻ വൈകിയാൽ മതി, അദ്ദേഹം വേവലാതിപ്പെട്ടു തുടങ്ങും. മാൻ കുഞ്ഞിനെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് ഭഗവത് ധ്യാനത്തിൽ രാജാവിൻ്റെ മനസ്സുറയ്ക്കാതായി തീർന്നു. സാവധാനത്തിൽ മാനിൻ്റെ ചഞ്ചല സ്വഭാവം മഹാരാജാവിനും വന്നു. മാനിനോട് തോന്നിയ പുത്രസ്നേഹത്തോടെ തന്നെ വർഷങ്ങൾക്കു ശേഷം മഹാരാജാവ് പരലോകം പോകി. മരിക്കുമ്പോൾ പോലും അതിനെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നതിനാൽ അന്ത്യസമയത്ത് വേറെ വല്ലതും ചിന്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പേര് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞതും. വളർത്തിയ മൃഗത്തിൻ്റെ വിചാരത്തോടെ മരിച്ച മഹാരാജാവ് ജംബൂ ദ്വീപിലെ ഒരു മഹാവനത്തിൽ വന്നു പിറന്നു. മാനായിട്ടു തന്നെ. പക്ഷേ അദ്ദേഹം പൂർവചരിത്രം മറന്നിരുന്നില്ല. മുജ്ജന്മ സ്മരണ കാരണം ഈ മാൻകിടാവ് മാതൃഗൃഹം നിൽക്കുന്ന കലഞ്ചര പർവ്വതം ഉപേക്ഷിച്ച് പുലഹൻ്റെ ആശ്രമ പ്രദേശത്ത് വന്നു ചേർന്നു. തീർത്ഥജലത്തിൽ നിത്യേന സ്നാനം ചെയ്തുകൊണ്ട് ആ പുണ്യനദിയുടെ തീരത്ത് കിടന്ന് തന്നെ ചത്തു. പിന്നീട് മഹാരാജാവ് അങ്കിരസിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണപുത്രനായി ജന്മമെടുത്തു. ഉപനയനം കഴിഞ്ഞപ്പോൾ ഗുരു പഠിപ്പിച്ചിട്ട് പോലും ആ കുട്ടി വേദങ്ങളോ മറ്റു ശാസ്ത്രങ്ങളോ പഠിക്കാൻ കൂട്ടാക്കിയില്ല. ആരുടെയെങ്കിലും നേരെ നോക്കാറുമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ പാഴ്വാക്കുകൾ കൊണ്ടാണ് കുട്ടി മറുപടി കൊടുത്തിരുന്നത്. അത് ഏറെക്കുറെ അസഭ്യവും അസ്പഷ്ടവുമായിരിക്കുകയും ചെയ്യും. ശരീരം നേരെ ചൊവ്വെ മറയ്ക്കാതെയും അഴുക്കു തുണിയെടുത്തും പല്ലു തേക്കാതെയും നടക്കുന്ന ആ ബ്രാഹ്മണനെ നഗരവാസികൾ സദാ നിന്ദിച്ചും അപമാനിച്ചും പോന്നു. യോഗസിദ്ധിക്കാണെങ്കിൽ
ഏറ്റവും വലിയ തടസ്സം ആദരവാണ്. അപമാനിക്കപ്പെടുന്ന യോഗിക്ക് വളരെ വേഗം തന്നെ ഈ സിദ്ധി നേടാൻ സാധിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഈ വചനം സ്മരിച്ചുകൊണ്ട് മഹാബുദ്ധിമാനായ ആ ബ്രാഹ്മണൻ ആളുകളുടെ മുന്നിൽ മടയനും കിറുക്കനുമെന്ന പോലെ പെരുമാറി. കയ്യിൽ കിട്ടിയ കായോ കിഴങ്ങോ വേരോ തിന്ന് ജീവിച്ചു പോന്നു. ഈ വക പ്രത്യേകതകളാൽ സകലരും അയാളെ ജഡഭരതൻ എന്ന് വിളിക്കാനും തുടങ്ങി. അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലായിരുന്നു ജഡഭരതൻ ജനിച്ചത്. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയും ചിതയിൽ ചാടിയതുകൊണ്ട് ജഡഭരതൻ അനാഥനായി തീർന്നു. ജ്യേഷ്ഠന്മാർ അവരുടെ പോറ്റുമൃഗങ്ങളെ നോക്കാനും കൃഷിപ്പണികൾക്കും വയൽവരമ്പത്ത് കാവലിനും അയാളെ ചുമതലപ്പെടുത്തി. അയാളാകട്ടെ അശേഷം പരിഭവിക്കാതെ ആ ജോലികൾ ചെയ്തു പോന്നു. ഈ പണികൾ ബ്രാഹ്മണന് വിധിച്ചതല്ലല്ലോ. കുലധർമ്മം പാലിക്കാതെ ജീവിക്കുന്ന ജഡഭരതനെ പൃഷദരാജാവിൻ്റെ സേവകന്മാർ പിടികൂടി. അയാളെ അവർ മഹാകാളിക്ക് ബലി കൊടുക്കാൻ കൊണ്ടുചെന്നു. അയാളെ ബലിക്ക് ഒരുക്കി നിർത്തിയിരിക്കുന്നത് കാണേണ്ട താമസം മഹാകാളിക്ക് കലി കയറി. ഈ ക്രൂരകർമ്മത്തിന് തുനിഞ്ഞ രാജകിങ്കരന്മാരുടെ തലകൾ ദേവി സ്വന്തം ഖഡ്ഗം കൊണ്ട് കൊയ്തു. ഒരു ദിവസം സൗവീരത്തിലെ രാജാവ് എങ്ങോട്ടോ യാത്ര പോവുകയായിരുന്നു. വഴിമധ്യേ പല്ലക്ക് ചുമക്കാൻ ഏതാനും അമാലന്മാരുടെ ആവശ്യം വന്നു. രാജാവിൻ്റെ പരിചാരകന്മാർ ആളെ തേടി നടക്കുമ്പോൾ ഭരതബ്രാഹ്മണനെ കണ്ടുമുട്ടി. ചാരത്തിൽ പൊതിഞ്ഞ തീക്കനൽ മാതിരി കാണപ്പെട്ട ബ്രാഹ്മണനെ ഏതോ നാട്ടിൻ പുറക്കാരനാണെന്നേ അവർ കരുതിയുള്ളൂ. കൂലി കൊടുക്കേണ്ടി വരികയില്ലെന്ന വിചാരത്തോടെ രാജസേവകന്മാർ അയാളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ഏതോ രാജ്യകാര്യ വിചാരത്തിനിടയിലായിരുന്നു രാജാവ് മോക്ഷത്തെക്കുറിച്ച് ഓർത്തത്. അപ്പോൾ തോന്നി, കപില മഹർഷിയേക്കാൾ കൂടുതൽ അറിയുന്ന വ്യക്തി ലോകത്തെവിടെയുണ്ടാവും? ഉടനെ മോക്ഷമാർഗം മനസ്സിലാക്കണമെന്ന വിചാരത്തോടെ രാജാവ് തയ്യാറെടുത്തു. പിന്നെ പല്ലക്കിൽ കയറിയിരുന്ന് കൽപ്പന നൽകി. നേരെ ഇക്ഷു നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കപിലാശ്രമത്തിലേക്ക് പോവുക. ഈ യാത്രക്കിടയിലാണ് ജഡഭരതനെ രാജസേവകന്മാർ കണ്ടെത്തിയത്. ആ സമയത്ത് സേവകന്മാർ നിർബന്ധിച്ചതുകൊണ്ട് ഭരതനും മറ്റു പോണ്ടന്മാരോടൊപ്പം പല്ലക്ക് ചുമക്കേണ്ടി വന്നു. തൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് ശരിക്കും അറിയുന്നവനും പൂർണ്ണജ്ഞാനിയുമായ ആ ബ്രാഹ്മണൻ പല്ലക്ക് ചുമന്ന് മുന്നോട്ട് നടന്നു. എന്നാൽ എപ്പോഴും ചുവട് തെറ്റി പരിചയസമ്പന്നരായ ചുമട്ടുകാർക്കൊപ്പം വേഗത്തിൽ നടക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് യാത്ര മന്ദഗതിയിലായപ്പോൾ രാജാവ് തിടുക്കപ്പെടുത്തി. അമലന്മാരെ, ഇതെന്താണ്? ഉത്സാഹിച്ച് വേഗം നടക്കൂ. ഈ നിർദ്ദേശം വന്നിട്ടും പല്ലക്ക് പൂർവ്വസ്ഥിതിയിൽ തന്നെ നീങ്ങി. രാജാവ് തുടരെ തിടുക്കപ്പെടുത്തിയിട്ടും പ്രയോജനമുണ്ടായില്ല. ഒടുവിൽ രാജാവിൻ്റെ ശബ്ദം കനക്കുന്നത് കണ്ടപ്പോൾ അമാലന്മാരിലൊരുത്തൻ അറിയിച്ചു, ഞങ്ങളുടെ കൂടെയുള്ള ഈ മനുഷ്യൻ ഒപ്പത്തിനൊപ്പം നടക്കുന്നില്ല. അന്നേരം രാജാവ് ബ്രാഹ്മണനോട് ദേഷ്യപ്പെട്ടു. എടോ, ഈ പല്ലക്ക് നീ ഇപ്പോൾ തന്നെ ചുമന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ, എന്നിട്ടും ഇത്രയ്ക്ക് തളർച്ചയോ? കാഴ്ചയ്ക്ക് നല്ല തണ്ടും തടിയുമുണ്ടല്ലോ. നിനക്കെന്താ ഈ നിസ്സാര ജോലി പോലും ചെയ്യാൻ സാധിക്കുകയുമില്ലേ? ബ്രാഹ്മണൻ മറുപടി നൽകി. അങ്ങ് കരുതും പോലെ ഞാൻ തടിയനും കരുത്തനുമല്ല. അങ്ങയുടെ പല്ലക്ക് ഞാൻ ചുമക്കുന്നുമില്ല. ഞാൻ തളർന്നിട്ടില്ല. ഇങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യവും എനിക്കില്ല. പക്ഷേ ഈ സമയം പല്ലക്ക് തണ്ട് നിന്റെ ചുമലിലുണ്ട്. അതിൻ്റെ ഭാരം വഹിക്കാൻ നിന്റെ ശക്തിയും ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ, രാജാവ് ഓർമ്മപ്പെടുത്തി. അന്നേരം ബ്രാഹ്മണൻ തർക്കിക്കാൻ മുതിർന്നു. രാജൻ, അങ്ങയുടെ ഈ അഭിപ്രായം ശരിയല്ല. ഭൂമിക്ക് മീതെ 2 കാലുകളും കാലുകൾക്ക് മീതെ 2 തുടയും തുടകൾക്ക് മുകളിൽ ഉദരവും സ്ഥിതി ചെയ്യുന്നു. ഉദരത്തിന് മുകളിൽ നെഞ്ച്, നെഞ്ചിനു മീതെ ചുമൽ, ആ ചുമലുകൾക്ക് മീതെയാണ് ഈ പല്ലക്ക് തണ്ട്. അപ്പോൾ എവിടെ ഇരിക്കുന്നു എൻ്റെ മീതെ ഭാരം? ഈ പല്ലക്കിൽ തന്നെ അങ്ങയുടെ ദേഹവും ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങൊന്ന് അവിടെയും ഞാൻ ഇവിടെയും. അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. അവിടുന്നും അല്ലെങ്കിൽ
മറ്റു സകല ജീവികളും പഞ്ചഭൂതങ്ങളാൽ തന്നെ വഹിക്കപ്പെട്ടു പോരുന്നു. ഈ പഞ്ചഭൂതങ്ങളും ത്രിഗുണങ്ങൾ മുഖേന പ്രവഹിക്കുന്നവയാണ്. എല്ലാ ജീവികളിലും കർമ്മത്തിൻ്റെ ഉൽപ്പത്തി അജ്ഞാനത്തിൽ നിന്നു തന്നെ. എന്നാൽ ആത്മാവ് ശുദ്ധവും മാറ്റമില്ലാത്തതും ശാന്തവും ഗുണരഹിതവും പഞ്ചഭൂതങ്ങളിൽ നിന്ന് പുറത്തുമാണ്. അത് എല്ലാ ജീവികളിലും ഊടും പാവും പോലെ നിലകൊള്ളുന്നു. തന്മൂലം അതിന് വൃദ്ധിയുമില്ല, ക്ഷയവുമില്ല. എൻ്റെ തോളിലിരിക്കുന്ന പല്ലക്കിന് എനിക്ക് ഭാരമായി തീരാൻ സാധിക്കുമെങ്കിൽ അങ്ങയ്ക്ക് ഭാരമായി തീരാനും അതിന് കഴിയും. ഈ പല്ലക്ക് നിർമ്മിച്ച വസ്തു കൊണ്ട് തന്നെയാണ് എൻ്റെയും അങ്ങയുടെയും മറ്റു സകല ജീവികളുടെയും ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വ്യാഖ്യാനം കേട്ട് രാജാവ് പല്ലക്കിൽ നിന്ന് ചാടിയിറങ്ങി ബ്രാഹ്മണനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭക്തിപൂർവം തിരക്കി, ഭഗവൻ, മറ്റു വേഷത്തിൽ നടക്കുന്ന അവിടുന്ന് ആരാണ്? പറഞ്ഞാലും. ഇവിടെ എന്തിനു വേണ്ടി വന്നു? അങ്ങയെക്കുറിച്ചറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ബ്രാഹ്മണൻ മറുപടി കൊടുത്തു, രാജൻ, ഞാൻ ആരാണെന്ന് പറയാൻ എനിക്കും സാധിക്കുകയില്ല. പിന്നെ ഞാൻ എന്തിനു വന്നുവെന്ന് ചോദിച്ചാൽ ഭൂമിയിലേക്കുള്ള വരവ് കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണെന്നറിയുക. രാജൻ, സുഖദുഃഖങ്ങൾ അനുഭവിക്കാനാണ് ശരീരം തുടങ്ങിയവ ലഭിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കുന്ന പക്ഷം ധർമാധർമ്മങ്ങളിൽ നിന്ന് ജനിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെ ജീവികൾക്ക് ദേഹം മുതലായവ സ്വീകരിക്കേണ്ടി വരുന്നു. ഈ ധർമാധർമ്മങ്ങൾ തന്നെ സകല ജീവികളുടെയും എല്ലാ അവസ്ഥകൾക്കും കാരണം. അതുകൊണ്ട് ഞാൻ വന്നതിൻ്റെ കാരണം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തുടർന്ന് രാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഭരതൻ വേദാന്താടിസ്ഥാനത്തിൽ വ്യക്തമായ മറുപടി കൊടുത്തു. ജഡഭരതൻ്റെ ജ്ഞാനോപദേശം രാജാവിൻ്റെ ബുദ്ധിയിലേക്കും ഹൃദയത്തിലേക്കും ആഞ്ഞിറങ്ങി. 15-ാം അധ്യായം. എന്നാൽ വിശദീകരണങ്ങൾക്ക് ശേഷവും രാജാവ് ചിന്താധീനനായിരിക്കുന്നത് കണ്ട് ഭരതൻ തുടർന്നു. പണ്ടൊരിക്കൽ ഋഭു മഹർഷി ശിഷ്യനായ നിതാഘനും ഇതേ രീതിയിൽ തന്നെ വിവരിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടി കേൾക്കുക, സംശയം തീരും. പുലസ്ത്യൻ്റെ പുത്രനും ബ്രഹ്മാവിൻ്റെ പൗത്രനുമായിരുന്നു നിതാഘൻ. ഋഭു മഹർഷിയും ബ്രഹ്മാവിൻ്റെ പുത്രൻ തന്നെ. എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും അദ്വൈതത്തിൽ ശിഷ്യന് തീരെ താല്പര്യമില്ലെന്ന് മഹർഷി കണ്ടെത്തി. അപ്പോൾ ഋഭു മഹർഷി നിരാശനായി തീർന്നു. അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോന്നു. ദേവിക നദീതീരത്ത് പൗലസ്ത്യ മഹർഷി സ്ഥാപിച്ചിരുന്ന വീരനഗരത്തിലായിരുന്നു നിതാഘാൻ്റെ താമസം. 1000 ദിവ്യവർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശിഷ്യനെ കാണാൻ ഋഭു നഗരത്തിലെത്തി. നിതാഘാൻ അദ്ദേഹത്തിൻ്റെ വൈശ്വദേവ ഹോമം പൂർത്തിയാക്കി അതിഥികളെ അന്വേഷിക്കാനിറങ്ങുമ്പോൾ ആദ്യം കാണത്തക്ക വിധത്തിൽ ഋഭു പടിക്കൽ ചെന്നു നിന്നു. നിതാഘൻ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി കാൽ കഴുകിച്ച് ഭക്ഷണത്തിനിരിക്കാൻ ആവശ്യപ്പെട്ടു. മധുരാന്നമാണ് തനിക്ക് വേണ്ടതെന്ന് ഗുരു വെളിപ്പെടുത്തിയപ്പോൾ പത്നി പായസച്ചോറ് തന്നെ പാകപ്പെടുത്തി വിളമ്പി. സൽക്കാരം സ്വീകരിച്ച് ഗുരു പോകാൻ തുടങ്ങിയ സമയത്ത് നിതാഘൻ ചോദിച്ചു, അങ്ങയ്ക്ക് സന്തോഷമായി കാണുമല്ലോ, ഇനി എങ്ങോട്ടാണ് യാത്ര? അന്നേരം ഋഭു മറുപടി കൊടുത്തു, നിതാഘൻ, വിശപ്പുള്ളവനെ ഭക്ഷണം കഴിച്ചാൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല, തന്മൂലം തൃപ്തിയും തോന്നിയില്ല. വിശപ്പും ദാഹവും ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ്, എൻ്റെയല്ല. എങ്ങോട്ട് പോകുന്നു, എവിടെ വസിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണെങ്കിൽ തീർത്തും അനാവശ്യമാണ്. കാരണം മനുഷ്യൻ ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല, ഒരു സ്ഥലത്തും താമസിക്കുന്നുമില്ല. ശരീരം പഞ്ചഭൂത നിർമ്മിത വസ്തുവാണെന്നറിഞ്ഞുകൂടെ? അവ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന വസ്തുവുമില്ല. ഈശ്വരൻ മാത്രമേയുള്ളൂ. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീട് മണ്ണ് കലക്കി മെഴുകി ദൃഢമാക്കുന്നത് പോലെ പാർത്ഥിവ ശരീരവും
ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ കൊണ്ട് പുഷ്ടിയും ശക്തിയും നേടുന്നു. ഗോതമ്പ്, നെയ്യ്, എണ്ണ, ശർക്കര, ചെറുപയർ തുടങ്ങിയ സകല പദാർത്ഥങ്ങളും പാർത്ഥിവപരമാണു തന്നെയാണ്. ഇത് മനസ്സിലാക്കി സ്വാദിനെക്കുറിച്ചും ദുസ്വാദിനെക്കുറിച്ചും ചിന്തിക്കുന്ന സ്വന്തം മനസ്സിനെ സമദർശിയാക്കുക. മോക്ഷം നേടാൻ ഇതൊന്നു മാത്രമേയുള്ളൂ മാർഗം. ഈ പരമാർത്ഥ തത്വമറിഞ്ഞ് വിശ്വം മുഴുവൻ ഭഗവാൻ വാസുദേവൻ്റെ രൂപമായി തന്നെ കരുതുക. ഞാൻ നിന്റെ ഗുരുവാണല്ലോ, നിനക്ക് സത്തിൻ്റെ തിരിച്ചറിവുണ്ടാക്കി തരണമെന്ന വിചാരത്തോടെയാണ് ഞാൻ വന്നത്. ഈ ഉപദേശവും നൽകി ഋഭു മഹർഷി തിരിച്ചു പോവുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം 16-ാം അധ്യായം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.